എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിന്നൊരു കോളിഫ്ലവർ കറിയാട്ടോ, മസാലക്കറിയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നല്ലൊരു കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. അത് 1 കിലോയോളം ഉണ്ട്. ഞാൻ അത്ര എടുക്കുന്നില്ല, 1/2 കിലോ മാത്രമാണ് എടുത്തിരിക്കുന്നത്. തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോളിഫ്ലവർ അടർത്തി വെച്ചിരിക്കുന്നത് അതിലോട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് നമുക്കിത് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുഴുവൊക്കെ ഉണ്ടെങ്കിലൊന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് ചെയ്യാവേ. ഇനി ഇതിന് കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർക്കണം. ഞാൻ തവിടെണ്ണയാട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം, വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഒരു ടീസ്പൂണോളം പെരിഞ്ജീരകം, വലിയ ജീരകവും കുറച്ച് കുരുമുളകായിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ഒരു 10-15 ചെറിയ ഉള്ളിയാട്ടോ. അത് നമ്മൾ അരിഞ്ഞിട്ടില്ല, മുഴുവനെ അങ്ങ് ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ, തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ വേണ്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാനാണ്. 2 സവോളയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ കറി ഇട്ട് അത്ര ടേസ്റ്റാണ്. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് നമ്മുടെ ആവശ്യമായ മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്കത് തണുത്ത് കഴിയുമ്പം ജാറിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒരു തരിയില്ലാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം എണ്ണ ചേർക്കാവുന്നതാണ്. അതിൽ നമുക്ക് മസാല ചേർക്കാൻ വേണ്ടി നമ്മൾ ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട ഒരു എല്ലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ 3 സവാളയാണ് ചേർത്തിരിക്കുന്നത്. വലിയ വലിപ്പമുള്ളതല്ല, ഇടത്തരം 3 സവാള കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം, നീളത്തിലൊന്ന് കീറിയിട്ടതാണ്. ഇതുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്ക് നമ്മുടെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് വേവാകുന്നത് പോലെ ആകുമ്പോൾ നമുക്കിത് മസാലകൾ ചേർക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവറിൽ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴേ ആ കറിയുടെ ടേസ്റ്റ് നല്ല കുറുകിയ ചാറും കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടയുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്കിതിലോട്ടൊന്ന് ചേർക്കാവുന്നതാണ്. അരപ്പ് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് നമ്മൾ ആ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു പച്ചമണം മാറി വരുമ്പോഴാണ് നമുക്കതിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്ന. ഇപ്പോൾ വേണ്ട നമ്മുടെ ആ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുന്നുണ്ട്. അരപ്പിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളമാട്ടോ, അതിൻ്റെ ജാറ് കഴുകിയ വെള്ളവും പിന്നെ പാത്രത്തിൽ അരപ്പിൻ്റെ കുറച്ച് ഇതും കൂടി ഉണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത വെള്ളമാട്ടോ. വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന് നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നത്. പച്ചവെള്ളം മതി കേട്ടോ, ചൂടുവെള്ളമൊന്നും നിർബന്ധമില്ല. നമുക്കിത് അരപ്പിൻ്റെ ബാക്കി ആ വെള്ളമാണ് ചേർക്കുന്നത്. ആ പാത്രത്തിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കലക്കി ചേർത്തു. ഇനി നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. ഇത്രയും കട്ടി ഗ്രേവിക്ക് മതിയെങ്കിൽ ഇത്ര മാത്രം വെള്ളം ചേർത്താൽ മതി. നമുക്ക് കുറച്ചും കൂടെ കൂടുതലാണ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിള വരണം. ഇതൊന്ന് തിള വരുമ്പം തീ സിമ്മിലാട്ടോ ഇട്ടിരിക്കുന്നത്. തീ കൂട്ടി വെക്കാതെ കുറച്ച് തീയിൽ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിള വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് നോക്കാവുന്നതാണ്. എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് ഇടാനായിട്ടോ. ഇപ്പം നല്ലതുപോലെ ഒന്ന് തിള വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ കറിക്ക് എത്രമാത്രം കട്ടിയുള്ള ഗ്രേവിയാണ്. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെയൊന്ന് എല്ലാവരും വെച്ച് നോക്കണം. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മതി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിലാട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഒരു 5 മിനിറ്റത്തോളം നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇതാണ്ട് 5 മിനിറ്റായി, ഏകദേശം 5 മിനിറ്റത്തോളം സമയമായി. ഇതാണ്ട് നല്ല കട്ടി കൂടിയ ഗ്രേവി, നല്ല കുറുകിയ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രമാത്രം കുറുകിയിട്ടുണ്ട് നമ്മുടെ കറിയെന്ന്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കോളിഫ്ലവർ കറി. നമുക്കിനി ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ഒന്ന് തൂവി നമുക്ക് കറി എടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് മറ്റൊരു ബൗളിലോട്ട് കറി ഒന്ന് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ